തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഗുഹാക്ഷേത്രത്തെയാണ് പുഷ്പക് എന്ന് അവതരിപ്പിക്കുന്നത്. തിരുവനന്തപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി 17 കിലോമീറ്റർ അകലെ തീരദേശ പട്ടണമായ വിഴിഞ്ഞത്താണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ് സഞ്ചാരികൾക്ക് ഇവിടെ പ്രവേശനമുള്ളത്. വിഴിഞ്ഞം ആസ്ഥാനമായിരുന്ന ആയി രാജവംശമാണ് 8-ാം നൂറ്റാണ്ടിൽ ഒറ്റക്കല്ലിൽ തീർത്ത ഈ ഗുഹാക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിന്റെ ഇരുവശത്തും പൂർത്തിയാകാത്ത കൊത്തുപണികൾ ഉണ്ട്. ഇടതുവശത്തായി 4 കൈകളുമായി അമ്പും വില്ലും ഏന്തി അവസ്മാര മൂർത്തിയെ ഇടതുകാൽ കൊണ്ട് ചവിട്ടിപ്പിടിച്ചു നിൽക്കുന്ന തരത്തിൽ പരമശിവന്റെ കിരാതരൂപമായ ത്രിപുരാന്തക മൂർത്തിയെ കൊത്തിവെച്ചിരിക്കുകയും വലതുവശത്തായി നടരാജമൂർത്തിയെയും പാർവതി ദേവിയെയും ആലേഖനം ചെയ്തിരിക്കുകയും കൂടാതെ ഗുഹയിൽ മലയാളത്തിന്റെ ആദ്യകാല രൂപമായ വട്ടെഴുത്ത് ലിപിയിലുള്ള പുരാതന ശിലാലിഖിതങ്ങൾ ആലേഖനം ചെയ്തിരിക്കുകയും ചെയ്യുന്നു. ഒരു പടുകൂറ്റൻ ആൽമരത്തിന്റെ സമീപത്തായി ലളിതമായ നിർമ്മാണ രീതിയിൽ പാറ തുരന്നുണ്ടാക്കിയ ഗുഹാക്ഷേത്രത്തിന് വീണാധര ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയുള്ള ഒരു ശ്രീകോവിൽ മാത്രമേ ഉള്ളൂ. 1965 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച ഈ ഗുഹാക്ഷേത്രം ഇപ്പോൾ കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. ചരിത്രവും വിശ്വാസവും ഒരുപോലെ ഇഴചേർന്ന് നിൽക്കുന്ന ഇവിടം ചരിത്രപ്രേമികളും പുരാവസ്തു ഗവേഷകരും വിനോദസഞ്ചാരികളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പുഷ്പക് മടങ്ങുന്നു.